ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണക്കപ്പയറും പപ്പക്കായും ഇട്ടിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉണക്കപ്പയറാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് കുതിർക്കാത്ത പയറാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം കുതിർത്തി വേണമെങ്കിൽ പയറെടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുതിർക്കാത്ത പയറായ കാരണം പയറിൻ്റെ മീതെ നല്ലോണം വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഞാനിത് ഒരു 6 വിസിലൊക്കെ അടിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുതിർക്കാത്തതായ കാരണം ഒരു 6 വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. തീർത്തിയിട്ടുള്ള പയറാണ് എടുക്കണമെന്ന് വെച്ചാൽ പയറിൻ്റെ മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ 2 വിസിലടിച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും പയർ വെന്ത് കിട്ടും. ഇനി ഞാനിവിടെ ഒരു പപ്പക്കായ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/4 ഭാഗമാണ് എടുക്കുന്നത്. അത് നമുക്ക് കഷ്ണങ്ങളാക്കി വെക്കാം. ഈ സമയത്ത് നമ്മുടെ പയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പയറൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതേ കുക്കറിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പപ്പക്കായ ഇതേ രീതിക്കാണ് നുറുക്കിയിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കറിലേക്ക് പപ്പക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പയർ വേവിച്ച വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് പപ്പക്കായയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ഞാനിത് വെറുതെ മൂടി വെച്ചിട്ടാണ് വേവിക്കണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ പപ്പക്കായ ഇവിടെ ഒരു പകുതി വേവായിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയോ കുറച്ചൊക്കെ കൊടുക്കാം. ഞാനൊരു 10 കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ പപ്പക്കായ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പയർ വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പയറിൽ നമ്മൾ ഉപ്പിടാണ്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒന്നും കൂടിയും ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇത് രണ്ടും മിക്സായി ഒന്ന് യോജിച്ച് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പയറും പപ്പക്കായൊക്കെ നന്നായിട്ട് ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളൂഷ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് കറി എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് ഇത്. ടേസ്റ്റ് ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഇട്ട് ഒഴിച്ച ഇതിന് പകരമായിട്ട് നമുക്ക് ഉള്ളിയും മുളക് പൊടിയും വേണമെങ്കിൽ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മുളൂഷ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചേനയും കായും ഇട്ടിട്ടുള്ള ഒരു കാളൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണാണെന്ന് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.